ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കൂലിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ 74-year-old മാൻ തമിഴ് ഇൻഡസ്ട്രീനെ ഇപ്പം ഇങ്ങനെ ഒരു എടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിജയും കമലഹാസനും സൂര്യ ഇവരെല്ലാം കളിച്ചിട്ടും തമിഴ് ഇൻഡസ്ട്രീനെ നെക്സ്റ്റ് ഹൈറ്റിലെടുക്കാൻ ഈ 74-year-old രജനീകാന്ത് തന്നെ വേണം. അപ്പം അയാളുടെ ഒരു സിനിമ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൂലി പറയാതിരിക്കാൻ വയ്യാലോ. കേട്ട് നോക്ക് നിങ്ങൾ. രജനീകാന്ത് ഈ 74th year of ഏജിൽ പോലും അയാൾ ചെയ്യുന്ന ആക്ഷൻ സീക്വൻസും അയാളുടെ ഡയലോഗ് ഡെലിവറിയും ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. സത്യത്തിൽ ബിഗാന്ന് അറിഞ്ഞാലും അയാളുടെ ആ മുടിയും പൊളി സാധനം പറയാതിരിക്കാൻ വയ്യ. മലയാളികൾക്ക് രോമാഞ്ചം എന്ന് പറയുന്ന നമ്മുടെ സ്വത്ത് സൗബിൻ പൊളി അഭിനയം എന്താന്ന് വെച്ചാൽ ഇതുവരെ സിനിമയിൽ കാണാത്ത ഒരു പ്ലോട്ടാണുള്ള. അയാൾ ഹെഞ്ച്മാൻ ആണ്, അയാൾ മേളിത്തെ ടോപ്പ് ലെവൽ ഡോണല്ല, താഴത്തെ ഡോണാണ്. പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെ വില്ലൻ അയാളാണ്. വില്ലൻ എന്ന് വെച്ചാൽ അത് നിങ്ങൾ പോയി കണ്ടേ പറ്റൂ. നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു വില്ലനാണ്. ലൈക്ക് ഒരു മലയാളികളുടെ സ്വത്ത് എന്ന് പറഞ്ഞൊന്ന് സ്നേഹം തോന്നുന്ന വില്ലനാണ്. പക്ഷേ അഭിനയം പൊളിച്ച് ഓരോ ഫ്രെയിമിലും ആ ഡാൻസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും കണ്ട ഡാൻസാണ്. ഇതിനെക്കാട്ടിലും ബെസ്റ്റായിട്ട് കളിക്കാൻ പറ്റില്ല. പ്രേമത്തിൽ പറഞ്ഞ പോലെ എളുപ്പമായിട്ടുള്ള സാധനം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ സാറേ, എനിക്ക് പാടായിട്ടുള്ളേ പറ്റൂ. അത് പ്രൂവ് ചെയ്തേക്കുവാണ്. പിന്നെ വേറെ ഒരു കാര്യം പറയാമല്ലോ, ഉപേന്ദ്ര റാവു എന്ന് പറഞ്ഞ ഒരു ആക്ടർ. എനിക്ക് സത്യത്തിൽ പേഴ്സണലി ഞാൻ സിനിമ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ തിയേറ്ററിലിരുന്നപ്പോൾ രജനീകാന്തിൻ്റെ ഒപ്പത്തിനൊപ്പം കയ്യടിയോ അപ്ലോസും വന്ന ഒരു അഭിനയമാണ് കേട്ടോ. അത് പറയാലോ, രോമാഞ്ചം എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് കൈയടിക്കാൻ തോന്നും. ഫുള്ള് സിനിമയിൽ ആളില്ല, അവസാനത്തിലൊരു 2-3 സീനുണ്ടോ എൻ്റെ പൊന്നോ, തൂക്കി അയാൾ. പറയാതിരിക്കാൻ വയ്യല്ലോ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് ഈ സിനിമ കാണല്ലേ. ഈ സിനിമന് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ പോയി ഫീൽ ചെയ്യുന്ന ഒരു പൾസ് വേറെയാണ് കേട്ടോ. ലൈക്ക് ഓരോ സീനിലും ആ വൈബ്രേഷൻ കേൾക്കാം, ആ മാസ് ഫീൽ ചെയ്യാം. ഒരു സെക്കൻഡ് പോലും ബോറിങ് അല്ലാന്ന്. ചില സിനിമകളൊക്കെ നമ്മൾ കയറി ഇരുന്നാൽ നമ്മൾ വിചാരിക്കും, ഓഹ് ഇത് ഇച്ചിരി ഇതാണ്, ഇൻ്റർവ്യൂൾ ഒരു ചെറിയ ഒന്ന് ഉറങ്ങിയിട്ട് ബാക്കി കാണാം. ഓരോ സെക്കൻഡും നിങ്ങൾ സീറ്റിൻ്റെ മുമ്പിലായിരിക്കും ഇരിക്കുന്നത്. അത്ര എൻഗേജിങ് ആണ്. ഒരു സെക്കൻഡ് പോലും ബോറിങ് അല്ല. പറയാലോ, രജനിയുടെ ഇൻട്രോ വരുന്നതും വരെ പോലും ബോറിങ് അല്ല. സൗബിൻ്റെ ആ ഇൻട്രോ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു മാസ് കാണിക്കുന്ന തൂക്കി അത് പൊളിച്ച് ഇതിനേക്കാട്ടിലും നല്ലതായിട്ട് വേറെ ആർക്കും ചെയ്യാനില്ല. Oh my God, and how can we not mention Anirudh's contribution? Each and every scene that he puts the BGM just elevates it to the max. Hats off, bro. You've come into the industry for this reason. Great work that you're staying like that. പിന്നെ ആ ട്രെയിലറിൽ കണ്ട ആ റിവേഴ്സിൻ്റെ ക്ലിപ്പുണ്ടല്ലോ, ആ ഫ്ലാഷ് ബാക്ക്, ഓരോ സീനും അവർ തകർത്തെടുത്തേക്കുവാണ്. ലോകേഷ് കനകരാജ്, ഹാറ്റ്സ് ഓഫ്. നല്ലതായിട്ട് എടുത്തേക്കെന്ന് വെച്ചാൽ ഓരോ ആ സീനും ആ ഉപേന്ദ്ര രജനീകാന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഡി ഏജിങ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കണം. മമ്മൂട്ടിയിട്ട് ചെയ്ത സൂപ്പർ, ഇതുപോലെ ഇരിക്കണം ഡി ഏജിങ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ. പിന്നെ ഉണ്ടല്ലോ എന്നാ പറയുന്നത്, നമ്മൾ ട്രെയിലറിൽ കണ്ടില്ലേ അറുങ്ക മധുരട്ടുമേ എന്ന് പറഞ്ഞ ആ ബാക്കിൽ എടുക്കുന്ന ആ സീന്, ആ സീനുകൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾക്കൊരു സന്തോഷം വരും. ഓരോ സീനും അതുപോലെ തന്നെ ട്രെയിലറിൽ കാണിച്ച പോലെ തന്നെ അത് വരും. ഓഫ്, അതും പൊളിച്ച്. നെഗറ്റീവ് ആകെ പറയാൻ പറ്റുന്ന സാധനം ഇത്, നമ്മൾ അമീർ ഖാനെല്ലാം ആദ്യത്തെ ടൈറ്റിൽ ക്രെഡിറ്റ്സിൽ പോലും എഴുതി വെച്ചേക്കാണ് സ്പെഷ്യൽ താങ്ക്സ് ടു അമീർ ഖാൻ. എൻ്റെ പോനോ എങ്ങനെ ഇരുന്നാലും നമ്മൾ വിക്രം കാണാൻ വരുമ്പോൾ ആദ്യത്തെ ഫ്ലാഷ് കാർഡിൽ താങ്ക് യു സൂര്യ ഫാൻസ് അസോസിയേഷൻ എഴുതി വെച്ചാൽ എങ്ങനെ ഇരുന്നേനെ. അതുപോലെ ഉണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നു, നമ്മൾ ട്രെയിലറിൽ വരെ കണ്ട്. അതുകൊണ്ട് ആ വിക്രത്തിലെ റോളക്സിൻ്റെ ആ ലെവൽ മാസ് എത്തിയില്ല. പക്ഷേ അമീർ ഖാനും ഉള്ള സ്ക്രീൻ പ്രസൻസ് അവസാനം 10-5 മിനിറ്റേ ഉള്ളൂ, പക്ഷെ അത് പൊളിച്ചു. പിന്നെ എനിക്കിതിൽ നല്ല കോമഡി ആയിട്ട് തോന്നിയ ഒരു സീനുണ്ട്. നിങ്ങൾ ആരെങ്കിലും കപ്പിൾസ് ആയിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ സിനിമ ഒന്ന് പോയി കാണണം. അവിടെ എൻഡിൽ അമീർ ഖാനും രജനീകാന്തും തമ്മിലൊരു കോൺവെർസേഷനിലുള്ള റിജക്ഷൻ നിങ്ങൾ പഠിക്കാനുണ്ട്.
എൻ്റെ പൊന്നോ എൻ്റെ ആ സംഭവമാണ്. ഒരു സൈഡിൽ രജനീകാന്ത് റിജക്റ്റ് ചെയ്യുന്നു, മറ്റേ സൈഡിൽ അമീർ ഖാൻ റിജക്റ്റ് ചെയ്യുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലും പോയി. 2 റിജക്ഷൻ 2-3 പ്രാവശ്യം അമീർ ഖാനും അങ്ങോട്ട് ചോദിച്ച് രജനീകാന്ത് റിജക്റ്റ് ചെയ്ത് നല്ല തേച്ചിട്ട് വിട്ടു. അത് കാണും. കപ്പിൾസായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് പഠിച്ചു. ലോകേഷ് കനകരാജ്, ഡോണ്ട് വറി അബൌട്ട് വാട്ട് എനിവൺ എൽസ് ഈസ് സേയിങ്. നിങ്ങൾക്ക് സിനിമ എടുക്കണമെങ്കിൽ നിങ്ങൾ സിനിമ എടുക്കണം. ഇതുപോലത്തെ നല്ല സിനിമയാണെങ്കിൽ തരുന്ന വി ഡോണ്ട് മൈൻഡ് LCU ആണോ LCO അല്ലെങ്കിലും ഇതുപോലത്തെ നല്ല സിനിമ ആണെങ്കിൽ അഫ്കോഴ്സ് ലോകേഷ് പ്ലീസ് ഡു കണ്ടിന്യൂ, ഡു ടേക്ക്. ബാക്കിയുള്ളവർ ഇവന്മാരെ കേൾക്കുന്ന ഒന്നും കേൾക്കണ്ട കേട്ടാ. ലോകേഷ് നിങ്ങൾക്ക് ഇതുപോലെ നല്ല സിനിമ എടുക്കണമെങ്കിൽ എടുക്കൂ പ്ലീസ്. ഞങ്ങൾ ജനങ്ങൾക്ക് കാണണം. സോ ഈ സിനിമ കണ്ടിട്ട് തീരുമ്പോൾ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഐ മെയ്ഡ് ഷുവർ ഐ സ്റ്റേഡ് ഔട്ട് ഓഫ് സോഷ്യൽ മീഡിയ എവറിത്തിങ്. പക്ഷേ ആ സിനിമ കണ്ടിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയപ്പോൾ പറയാതിരിക്കാൻ വയ്യാലോ, എൻ്റെ മനസ്സിൽ തോന്നിയ അല്ല സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർ പറയുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളിത് കണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ കേൾക്കണ്ട, എൻ്റെ ഒപ്പീനിയൻ പോലും കേൾക്കണ്ട. തിങ്ക് ഫോർ യുവർ സെൽഫ്. See that it is a great movie. See that it's Rajinikanth at 74 years of age. Appreciate it for that. പക്ഷെ അതല്ലാതെ ബാക്കിയുള്ളവർ പറയാൻ നിന്നിട്ട് 2-3 നോർത്ത് ഇന്ത്യക്കാർ പറഞ്ഞെന്ന് കേട്ടിട്ട് നമുക്ക് ഈ സിനിമ ചീത്തയാണെന്ന് പറയാൻ പറ്റുമോ? എന്ത് പറഞ്ഞാലും at the end of the day it is written and directed by Lokesh Kanagaraj and he is showing that. അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സിനിമ, ആ ക്വാളിറ്റിയും ആ മാസും. So with